ഏറ്റുമാനൂരിൽ ഫയർ സ്റ്റേഷൻ പ്രവർത്തനം സജ്ജമാക്കുന്നതിൽ ഏറ്റുമാനൂരിന്റെ ജനപ്രതിനിധിയും മന്ത്രിയുമായിരുന്ന വി.എൻ. വാസവൻ അനാസ്ഥ കാണിച്ചതായി യു.ഡി.എഫ് സ്ഥാനാർത്ഥി നാട്ടകം സുരേഷ് പറഞ്ഞു. ഏറ്റുമാനൂരിൽ വ്യാപാര സ്ഥാപനങ്ങൾ അഗ്നിക്കിരയായ സംഭവത്തിൽ സ്ഥലം സന്ദർശിച്ച ശേഷം പ്രതികരിക്കുകയായിരുന്നു നാട്ടകം സുരേഷ്. നിലവിലുള്ള നിയമം നൽകുന്ന പരിരക്ഷ ഉറപ്പുവരുത്തുന്നതിൽ വന്ന വീഴ്ചയാണ് വ്യാപാരികൾക്ക് ഭീമമായ നഷ്ടത്തിനിടയാക്കിയതെന്നും നാട്ടകം സുരേഷ് പറഞ്ഞു. അളവിന് മുകളിലുള്ള കെട്ടിടങ്ങൾക്ക് പോലും തീപിടുത്തമുണ്ടായാൽ അതിന് സംരക്ഷണം നൽകുന്ന സംവിധാനം ഉണ്ടാകണമെന്ന് നിർബന്ധമുള്ള നാടാണ് നമ്മുടെ നാട്. അപ്പൊ ഇതേപോലെ ലക്ഷക്കണക്കിന് വാഹനങ്ങളും അതിലേറെ ലക്ഷക്കണക്കിന് മനുഷ്യരും ഒരു ദിവസം യാത്ര ചെയ്യുന്ന ആയിരക്കണക്കിന് വ്യാപാര സ്ഥാപനങ്ങളുള്ള ഒരു പട്ടണത്തിൽ ഒരു ഫയർ സ്റ്റേഷൻ ഇല്ല എന്ന് പറയുന്നത് അധികാരി വർഗത്തിന്റെ ഏറ്റവും വലിയ പിടിപ്പുകേടാണ്. അവിടെ കാലങ്ങളായിട്ട് അവിടെ ഫയർ സ്റ്റേഷൻ വേണമെന്നുള്ള ആവശ്യം വ്യാപാരി സുഹൃത്തുക്കളും മറ്റുള്ളവരും പൊതുജനങ്ങളും രാഷ്ട്രീയ പാർട്ടികളും എല്ലാം ഉന്നയിക്കുന്നതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് അധികാരത്തിന്റെ സമയത്ത് അവിടെ അതിനാവശ്യമായ സ്ഥലമെടുപ്പ് നടത്തിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി മന്ത്രിയാണ്, അദ്ദേഹമായിരുന്നു ഇവിടുത്തെ ജനപ്രതിനിധി. അദ്ദേഹം ആ കാര്യത്തിൽ ഒന്നും ചെയ്തില്ല. ഇപ്പൊ ഞാൻ രാവിലെ ഈ സംഭവ സ്ഥലത്ത് ചെയ്യുന്നു, അവിടുത്തെ ആ കടയുടെ ഉടമസ്ഥരും അവിടെ വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ എന്നോട് പറഞ്ഞത്, ഈ തീപിടുത്തം ഉണ്ടായപ്പോൾ 5 മിനിറ്റിനകം ആ തീ അണയ്ക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ഇത്രയേറെ വലിയ ദുരന്തം ഉണ്ടാകുകയില്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. ശരിയാ, ഏറ്റുമാനൂർ ഫയർ സ്റ്റേഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഉടൻ തന്നെ വിവരം അറിയും, അപ്പോൾ തന്നെ ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥന്മാർ വരും, തീ അണയ്ക്കും. ഇത് പിന്നെ മറ്റ് ദൂരസ്ഥലങ്ങളിൽ നിന്ന് ഫയർഫോഴ്സിന്റെ വണ്ടി വന്നപ്പോൾ തീപിടുത്തം എല്ലാം കഴിഞ്ഞു, വലിയ അപകടം എല്ലാം അവിടെ നടന്നു കഴിഞ്ഞു, വലിയ ദുരന്തം ഉണ്ടായി കഴിഞ്ഞു. അപ്പോൾ ഇതിനൊക്കെ ഈ മറുപടി ഈ മന്ത്രി മറുപടി പറയേണ്ടതായിട്ടുണ്ട്. നീണ്ടൂർ മേഖലയിലെ പര്യടനത്തിനിടയിലാണ് നാട്ടകം സുരേഷ് ഏറ്റുമാനൂരിലെ വ്യാപാര കേന്ദ്രങ്ങൾ സന്ദർശിക്കുവാനെത്തിയത്.